ഈ റബ്ബർ മരങ്ങൾക്ക് വോട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇതെന്നോ നന്നായിരുന്നു. CPM-ന്റെ മെമ്പറും കോൺഗ്രസിന്റെ മെമ്പറും ഒരേപോലെ പ്രതിഷേധിക്കുന്ന സമീപ പ്രദേശങ്ങളിലെ നിരവധി റോഡുകൾ നവീകരിക്കപ്പെടുമ്പോഴും അവഗണനയുടെ പടുകുഴിയിൽ കൊമ്പം കുണ്ടുർക്കുന്ന് റോഡ്. 4 കിലോമീറ്ററോളം ദൂരമുള്ള ഈ റോഡിൻ്റെ ഭൂരിഭാഗവും തകർന്ന നിലയിലാണ്. കോട്ടോപ്പാടം പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഈ റോഡിനെ ആശ്രയിക്കുന്ന നിരവധി കുടുംബങ്ങൾ റോഡിൻ്റെ തകർച്ച മൂലം ദുരിതത്തിലാണ്. സ്കൂളുകൾ, ആശുപത്രി, വായനശാല തുടങ്ങി പൊതുജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ ഈ റോഡിൻ്റെ പരിധിയിലുണ്ട്. നിരവധി പ്ലൈവുഡ് കമ്പനികൾ പ്രവർത്തിക്കുന്നതും ഈ റോഡിൻ്റെ വശങ്ങളിലാണ്. ഈ കമ്പനികളിലേക്ക് വരുന്ന വലിയ ലോറികൾ റോഡിൻ്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. മഴക്കാലം കൂടിയായാൽ ഇതിലൂടെയുള്ള യാത്ര അതീവ ഗുരുതരമാകും. ഈ ദുരിതത്തെക്കുറിച്ച് ജനപ്രതിനിധികളോട് തന്നെ ചോദിച്ചറിയാം. ഈ റോഡ് സ്ഥിതി ചെയ്യുന്ന നായാടിപ്പാറ വാർഡിൻ്റെ ജനപ്രതിനിധിയായ മുരളിയേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. മുരളിയേട്ട, റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണല്ലോ, എന്താ ഇതിങ്ങനെ കിടക്കുന്നത്? ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് അംസ, അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് NRIGC BMGYSൻ്റെ റോഡുമായി ബന്ധപ്പെട്ട് ഈ റോഡ് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ അന്ന് എടുത്ത പണി ഒഴിച്ച് പിന്നെ ഈ വർക്ക്, ഈ റോഡിന് ഒരു വർക്കും പിന്നെ നടന്നിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ വലിയൊരു വിഷയം ഇവിടെ കുറേ പാവപ്പെട്ടവർ ഉണ്ട്, അതേമാതിരി തൊഴിലാളികളുണ്ട്, അതുമാതിരി തന്നെ വയോജനങ്ങളുണ്ട്, അതുമാതിരി തന്നെ 2 സ്കൂളുകൾ, ഒന്ന് കുണ്ടൂർക്കുന്ന് സ്കൂള്, ഒന്ന് അതേമാതിരി തന്നെ കരിമ്പഴ, ഇങ്ങനെ 2 സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടും ഈ റോഡിൻ്റെ ഇതുണ്ട്. ഇവിടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ഈ വാർഡിലേക്ക് ഒരു ഓട്ടോറിക്ഷ വരില്ല. രോഗികളെല്ലാം പേടിച്ച് എന്തെങ്കിലും ഗർഭിണികൾ, ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ഇതുണ്ടായത് ഗർഭിണികൾ, ആ ഗർഭിണികൾ ഇവിടെ അസുഖമായി നിന്നാൽ അവരേതെങ്കിലും അവരെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും വീട്ടിൽ എവിടെയെങ്കിലും പോയി ഇരിക്കുന്ന നിവൃത്തിയാണ്. എന്തായാലും ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരില്ല, പെട്ടെന്ന് ആശുപത്രി പോകാൻ പോലും ഈ റോഡ് കാരണം അവർക്ക് വേറെ വീടുകൾ, ഈ വാർഡ് ഒഴിച്ചിട്ടുള്ള ഏതെങ്കിലും വീടുകളിൽ പോയി താമസിക്കേണ്ട ഗതികേടാണ്. അത്രയും ദുരിതം അനുഭവിക്കേണ്ടത്. മാത്രമല്ല മഴക്കാലമായാൽ ചെളിക്കുണ്ടാണ് ഈ റോഡ്. മഴക്കാലമായ ചെളിക്കുണ്ടും വേനൽക്കാലമായാൽ പൊടിപടലും കൊണ്ടും. ഇപ്പോൾ 4-5ഓളം ഫാക്ടറികൾ ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രധാനം. ഈ 5ഓളം ഫാക്ടറികളോടെ വരുന്ന സമയത്ത് വലിയ ലോറികൾ, അതായത് വലിയ വാഹനങ്ങൾ വരുന്നുണ്ട്. ഈ വാഹനങ്ങൾ ഇതിനാണ് വന്നു പോകുന്നത്. പക്ഷെ ആ വാഹനങ്ങൾ ഇവിടെ മഴക്കാലത്ത് ഇവിടെ റോഡ് ബ്ലോക്ക്, അവർ ചളിക്കുണ്ടിൽ പൂന്തി ഇവിടെ നിർത്തിയിട്ട കാര്യങ്ങൾ പോലെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഈ ലോറികൾ എന്ത് ചെയ്യും, നായാടിപ്പാറ ജംഗ്ഷനിൽ നിന്നൊരു കൽവെട്ടുണ്ട്. ആ കൽവെട്ട് കൂടെ ഈ വലിയ ഭാരമുള്ള ലോറികൾ ഇങ്ങനെ വരും. എന്നിട്ടാണ് നായാടിപ്പാറ ഒരു കൽവെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൽവെട്ട് ഈ ലോറികളുടെ ഇത് കാരണം അതും ജനവാസ യോഗ്യമല്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ട് ശരിക്കും താങ്കളെ പോലുള്ള ജനപ്രതിനിധികൾക്ക് അറിയാം. പക്ഷെ എന്താണ് പരിഹാരം ഉണ്ടാവാത്തത്? പരിഹാരം ഉണ്ടാവാത്തത് പറയുമ്പോൾ ഇനി ഞങ്ങൾ മുട്ടാത്ത വാർഡുകളിൽ നിന്ന് നിവേദനങ്ങൾ MP-ക്ക് കൊടുത്തിട്ടുണ്ട്, MLA-ക്ക് അറിയാം. മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിൽ വരുന്ന ഇതാണ് നായാടിപ്പാറ വാർഡ്, അതാണ് ഇതാണ്. പക്ഷേ ഇത് 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഇതും കൂടിയാണ്. ഒന്ന് കോട്ടോപ്പാടം പഞ്ചായത്ത്, ഒന്ന് കരിമ്പുഴ പഞ്ചായത്ത്, ഒന്ന് തച്ചാറ്റ പഞ്ചായത്ത്. 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. മാത്രമല്ല ഇത് ഗതാഗത യോഗ്യമാക്കിയാൽ ഏറ്റവും വലിയ പ്രധാനം ഇവിടെ ഇപ്പം ഞാൻ കേട്ടത് ഒരാൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാം, നിങ്ങളിത് റോഡ് പൂർത്തിയായി കഴിഞ്ഞാൽ ഞങ്ങൾ ബസ് റൂട്ട് അടക്കം അനുവദിക്കുമ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ താല്പര്യമെടുക്കാമെന്ന് പറഞ്ഞു. അത്രയും താല്പര്യമുള്ള ആളുകളുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അധികാരികൾ ഇതിന് കണ്ണു തുറക്കുന്നില്ല. താങ്കൾ കോട്ടോപ്പടം പഞ്ചായത്തിലെ മെമ്പറാണ്, കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. ഇവിടെ തന്നെ തച്ചനാട്ടുകര പഞ്ചായത്തിലെ മെമ്പർ കൂടിയായ CPM പ്രതിനിധിയായ വിനോദേട്ടനും കൂടിയുണ്ട്. വിനോദേട്ടാ, അപ്പോൾ ഈ റോഡിൻ്റെ ഒരു ഉപഭോക്താക്കൾ തച്ചനാട്ടുകര പഞ്ചായത്തും കൂടി ഉണ്ട്. എന്നിട്ടും ഈ റോഡ് ഇപ്പോൾ ശരിയാവുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യാൻ പോവുക? റോഡിൻ്റെ ഇത് ഫുൾ ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് തച്ചനാട്ടുകര പഞ്ചായത്തും കോട്ടോപ്പാടം പഞ്ചായത്തും റെസൊല്യൂഷൻ എടുത്ത് മുഖ്യമന്ത്രി അദാലത്തിലേക്ക് അയച്ചു. MP-ക്ക് കൊടുത്തു, MLA കണ്ടു, ജില്ലാ പഞ്ചായത്ത് മെമ്പറെ കണ്ടു, ബ്ലോക്ക് മെമ്പറെ കണ്ടു. എന്തൊക്കെ ചെയ്തിട്ടും ഇത് ഇങ്ങോട്ട് വരുന്നില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഞങ്ങൾക്കിപ്പോൾ രാഷ്ട്രീയം വരില്ല. ഈ റബ്ബർ മരങ്ങൾക്ക് വോട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇതെന്നോ നന്നായിരുന്നു. ഇത് വെറും മരങ്ങളാണ്. ഇതിനൊക്കെ മരങ്ങളല്ലേ നിൽക്കുന്നത്, മരങ്ങൾക്ക് വോട്ടില്ല. ജനങ്ങൾ ഈ റോഡിന്റെ സൈഡുകളിൽ വോട്ടർമാരില്ല എന്നുള്ളതാണോ? വോട്ടർമാർ ഇവിടെ മാത്രം ഒരു 30 വീടിന് അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിലൊന്നും ആളുകളില്ല. പിന്നെ കൊമ്പത്തുനിന്ന് കുറച്ചേ ഉള്ളൂ.
ഈ റോഡ് നന്നായി കഴിഞ്ഞാൽ കുണ്ടൂർ കുന്നത്ത് നിന്ന് മണ്ണാർക്കാടേക്ക് പോകാൻ 5-6 കിലോമീറ്റർ ലാഭമാണ്. ഇതൊരു ബൈപ്പാസാണ്. ഞങ്ങളുടെ സ്കൂൾ ബസ്സൊക്കെ ഇതിന് എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. കുണ്ടൂർ കുന്ന് കൊടക്കാട് റോഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഇങ്ങനെ എളുപ്പം വഴി 6 കിലോമീറ്റർ ലാഭം കിട്ടും. ഒരുപാട് പിന്നെ കൊടുന്നോട് നിന്ന് പോവാം, കോട്ടപ്പുറത്ത് നിന്ന് പോവാം. അതുമാതിരി കുണ്ടൂർക്കുന്ന് കോട്ടപ്പുറം റോഡും പൊളിഞ്ഞ് കിടക്കുകയാണ്. ഒക്കെ ഒരേ ടൈമിൽ വന്നതാണ്. അതും ഞങ്ങൾ ഒരുപാട് പ്രാവശ്യമായി എല്ലാവരോടും ആവശ്യപ്പെടുന്നു. ഈ വല്ലതും ആവശ്യപ്പെട്ടു വന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശക്തമായി ഞങ്ങൾ പ്രതികരിക്കാൻ പറ്റിയ ആളുകളില്ല എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. എന്നിട്ട് കോട്ടപ്പുറം കുണ്ടൂർക്കുന്ന് റോഡ് ഫുൾ ടാർ ചെയ്തു. വീണ്ടും പൊളിഞ്ഞു പോയത്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് പൈസ അല്ല കേസ് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണോ? നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ നഷ്ടപ്പെടാൻ പോലെ നമ്മൾ ഈ നാട്ടിലെ പൗരനല്ലേ. അപ്പോൾ ഞങ്ങൾ ഇനി അതിന് വേണ്ട പരിപാടി വീണ്ടും ഒന്നും കൂടി നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മുരളിയേട്ടനെയൊക്കെ കൂട്ടി ഞങ്ങൾ പിരിവ് നടത്തും. 15,000 റുപ്യ ഉണ്ടാക്കിയിട്ട് ഹൈക്കോടതിയിൽ പോവും. CPM-ന്റെ മെമ്പറും കോൺഗ്രസിൻ്റെ മെമ്പറും ഒരേപോലെ ഒരു റോഡ് വിഷയത്തിൽ പ്രതിഷേധിക്കുന്നു. അല്ലെങ്കിൽ അവർ ഇത്രയും കാലം അവർ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടും ഇത് നടക്കാത്തതിലുള്ള രോഷം അവർ പ്രകടിപ്പിക്കുകയാണ്. ഈ നാട്ടിൽ വോട്ടർമാരായ എല്ലാ ആളുകൾക്കും ഉറപ്പ് കൊടുത്തതാണ് ഈ റോഡ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നന്നാക്കി തരും എന്നൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ വാഗ്ദാനം എനിക്ക് പാലിക്കണമെന്നാണ് എനിക്കുള്ള ചെയ്തിരിക്കും അല്ലേ? ചെയ്തിരിക്കും. നമ്മുടെ ബാങ്ക് നാടിന്റെ ബാങ്ക്. നമ്മുടെ ബാങ്ക് നാടിന്റെ ബാങ്ക്. നമ്മുടെ ബാങ്ക് നാടിന്റെ ബാങ്ക്. നമ്മുടെ ബാങ്ക് നാടിന്റെ ബാങ്ക്. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മുല്ലപൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി. മുല്ലപൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി. നിലാവിൻ്റെ തേരേറി വന്നു നീ. അഴകു പെയ്തു നിന്നു ഉല്ലാസ്, കസവു ചാത്തി വന്നു ഉല്ലാസ്. അഴകു പെയ്തു നിന്നു ഉല്ലാസ്, കസവു ചാത്തി വന്നു ഉല്ലാസ്. മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്. സാർ, ഞാൻ മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്ക് എന്നാണ്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ 256 ബ്രാഞ്ച് ഉണ്ട് സർ. ഞങ്ങൾ കേന്ദ്ര അംഗീകൃത ബാങ്കാണ് സാർ. പിന്നെ ഫോർമാലിറ്റീസ് ഒക്കെ വളരെ കുറവാണ് സാർ. ഞങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിച്ച ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് സാർ. ഒരു ദിവസം തന്നെ എത്രയെത്ര വിളികൾ, എന്തെല്ലാം വാഗ്ദാനങ്ങൾ. നമ്മുടെ എല്ലാം വിയർപ്പിനാൽ പടുത്തുയർത്തിയ സഹകരണ ബാങ്ക് ഉള്ളപ്പോൾ നമുക്കെന്തിനു മറ്റൊന്ന്? അരനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം. സഹകരണ ബാങ്ക് ഒരു കരുത്താണ്, നാടിന്റെ ഒരു സുഹൃത്താണ്. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം. പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.